10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത്, ഏത് കോഴ്സ്, ഏത് സ്ട്രീം, ഏത് രീതിയിൽ പ്ലാൻ ചെയ്യും? വിദ്യാർത്ഥികളുടെ ഇടയിലുള്ളൊരു കൺഫ്യൂഷനാണ്. 10ാം ക്ലാസ്സിൻ്റെ സ്റ്റേറ്റസ് എക്സാമിനേഷൻ തുടങ്ങി. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ CBSE ലെവൽ എക്സാമുകൾ കഴിയാറുമായി. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അന്വേഷണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. 10ാം ക്ലാസ് കോഴ്സുകൾ അത് കഴിഞ്ഞിട്ടുള്ളതിനെ ഞാൻ 3 കാറ്റഗറി ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ഹയർ സെക്കൻഡറി പ്രോഗ്രാമുകൾ, രണ്ടാമത്തത് ഡിപ്ലോമ എൻജിനീയറിംഗ് പ്രോഗ്രാമുകൾ, മറ്റൊന്ന് സർട്ടിഫിക്കറ്റ് ജോബ് ഓറിയൻറ്റഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ. ഈ അർത്ഥത്തിലാണ് അതിനെ മാനേജ് ചെയ്യുക. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്ത് കോഴ്സിന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എന്തൊക്കെ സ്വപ്നം കാണുന്ന ആളുകളായാലും അവരെല്ലാം +2 കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം +2 കയ്യിലുണ്ടാവുന്നത്, അത് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും, അത് കയ്യിലുണ്ടാവുന്നത് ഒരു സ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് കരിയർ ഉണ്ടാക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ പോലും പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഡിഗ്രിയൊക്കെ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസിലോ ഓൺലൈനോ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഈ +2 കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തതൊരു അക്കാഡമിക് മെച്യൂരിറ്റി. 10ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ നേരെ സ്കിൽ കോഴ്സിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ്, പ്രത്യേകിച്ച് 11th and 12th ഒരു ക്യാമ്പസ് ലൈഫ്, ഒരുപാട് ലേണിങ്സ്, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാക്കും എന്നത് അക്കാദമിക് തലത്തിൽ ഒരു മെച്യൂരിറ്റിയുടെ ഒരു ബേസായിട്ട് നമുക്ക് 11th and 12th കാണാമെന്നത് കൊണ്ട് എന്ത് മേഖലകളിലേക്ക്, എന്ത് ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന ആളുകളും 11th and 12th കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു കരിയർ കൗൺസിലർ എന്ന നിലക്ക്, 26 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. ഒന്നത് അപ്പോൾ +2 ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അതിൽ തന്നെ ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. അത്തരം ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കരിയർ കൗൺസിലറുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തൊരു തീരുമാനം ആക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും അനുഗുണം. അതോടൊപ്പം നിങ്ങൾ നോക്കി, ചില കുട്ടികൾക്ക് സ്കില്ലുകൾ, പ്രത്യേകിച്ച് ടെക്നോളജിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടാവും. അവർ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഇത്തരം സാധനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 11th and 12th പോകുന്നതിന് പകരം നേരെ പോളി ഡിപ്ലോമയിലേക്ക് വേണമെങ്കിൽ പോവാം. പോളി ഡിപ്ലോമകളിലേക്ക് പോകുമ്പോഴുള്ളൊരു മെച്ചം എന്താ? നിങ്ങൾ സ്ട്രെയിറ്റ് അവേ സ്കിൽ ബേസ്ഡ്, ടെക്നോളജി ബേസ്ഡ് കോഴ്സുകളാണ്, കരിയറുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിൽ ഒരു സംശയമില്ല. ഇനി ഈ പോളിടെക്നിക്ക് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? പോളിടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോവുകയും ചെയ്യാം. ഒരേ സമയം സ്കില്ലും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരം എന്ന നിലക്ക് പോളിടെക്നിക് ഡിപ്ലോമകൾ ഉപയോഗിക്കാം. അതേസമയം ഹയർ സ്റ്റഡീസിന്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞാൽ BTech നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി മാറും. മാത്രമല്ല, ഒരു 11th and 12th ചെയ്ത് കഴിഞ്ഞ ഒരു കോച്ചിങ്ങിന് പോകുന്ന ആൾ എടുക്കുന്ന അതേ ടൈം തന്നെ ഏതായാലും പോളിടെക്നിക്ക് കഴിഞ്ഞ് BTech പോകുമ്പോൾ ഉണ്ടാവുള്ളൂ. പോളിടെക്നിക് 3 കൊല്ലം, BTech 3 കൊല്ലം, 6 കൊല്ലം സത്യത്തിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ സാധാരണ +2 കഴിഞ്ഞിട്ട് 2 കൊല്ലം +2ഉം 4 കൊല്ലം BTechഉം പഠിക്കുന്ന അതേ സമയം തന്നെ എടുക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ എടുക്കുന്നില്ല. എൻട്രൻസ് കോച്ചിങ് ഇല്ലാതെ BTech എത്തിയ ഒരു ഇഫക്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു പ്ലാൻ വേണമെങ്കിൽ ചെയ്യാം. ഇനി വെറും കേവലം എഞ്ചിനീയറിംഗ് ഡിഗ്രി മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ BCA, BBA, ഇക്കണോമിക്സ്, മറ്റ് സാധാരണ ഡിഗ്രികൾ, ഇതെല്ലാം ഈ പോളിടെക്നിക്ക് കഴിഞ്ഞാൽ എടുക്കാം. പല കോഴ്സുകളുടെ കാര്യത്തിലും പോളിടെക്നിക്ക് ഇക്വലൻ്റ് ടു +2 ആണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത്തൊന്ന് പോളിടെക്നിക്കാണ്. പിന്നുള്ളത് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമുകൾ, ITI, ITC ഒക്കെ കൊടുക്കുന്ന സമാനമായ ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇപ്പോൾ ഈ ITI, ITC പ്രോഗ്രാമുകൾ എന്നൊക്കെ പറഞ്ഞാൽ പക്ക സ്കില്ലാണത്. ഡീസൽ എഞ്ചിൻ മെക്കാനിക്ക്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വയറിങ്, സിവിൽ കൺസ്ട്രക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ. ഇപ്പോൾ തിയറി തീരെ താല്പര്യമില്ല, വായിച്ച് പഠിക്കാനും ഇരിക്കാനും താല്പര്യമില്ല, സ്കില്ലുകൾ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. പോളിടെക്നിക്കിൽ പോയാൽ തിയറി ഉണ്ടാവും, +2 പോയാലും തിയറി ഉണ്ടാവും. അതേസമയത്ത് സ്കില്ലുകൾ മാത്രമേ താല്പര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ITI, ITC പ്രോഗ്രാമുകളാണ്. അതോടൊപ്പം 11th and 12th പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, പോളിടെക്നിക് പഠിക്കുന്ന ഇത്തരം സ്കിൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ അത് പാരൻസും ശ്രദ്ധിക്കുക, കൃത്യമായിട്ടൊരു കരിയർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പോകാൻ. വെറുതെ ഒരു ഓടി ചാടി പെട്ടെന്ന് ഒരു യുക്തിയില്ലാതെ, ഒരു തീരുമാനം
തീരുമാനമില്ലാതെ ആലോചനയില്ലാതെ കോഴ്സ് എടുക്കുന്നതിന് പകരം 10ാം ക്ലാസ് കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും അവരുടെ സ്കിൽ ടെസ്റ്റ് നടത്തി അവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം കോഴ്സും സ്ട്രീമും തീരുമാനിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും കാര്യങ്ങൾ. കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായൊരു കരിയറിൽ ലാൻഡ് ചെയ്യാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് പറയണമെന്നറിയോ? 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്നൊരു വിദ്യാർത്ഥിയുണ്ട്. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കുട്ടിയോട് നമ്മൾ പറ്റുമെങ്കിൽ നിങ്ങൾ ടെക്നോളജിക്ക് വേണമെങ്കിൽ പൊക്കോ, എൻജിനീയറിങ്ങിന് പൊക്കോ, അതായിരിക്കും നന്നാവും എന്നൊക്കെ പറഞ്ഞു. ദെൻ കുട്ടി എന്ത് ചെയ്തു, +2 കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത് ഒരാഴ്ച മുമ്പ് വന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ വഴിക്കല്ലാതെ മൂപ്പര് വേഗം എന്ത് ചെയ്തു, നേരെ പോയിട്ട് ആരുടെയൊക്കെ വർത്തമാനം കേട്ട് സാധാ ഡിഗ്രിക്ക് പോയി ജോയിൻ ചെയ്തു. അത് കുഴപ്പമൊന്നുമല്ലായിരുന്നു. പക്ഷേ എടുത്തത് സയൻസും ചെയ്തത് കൊമേഴ്സുമാണ്. ഇപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞപ്പോൾ ശരിക്കും വീണ്ടും അയാൾ BCom കഴിഞ്ഞപ്പോൾ അയാൾ ചിന്തിക്കുന്ന അയാളുടെ ടെക്നോളജി തന്നെയാണ് അയാളുടെ ഏരിയ എന്നുള്ളത് ചിന്തിക്കുന്നു. പക്ഷേ തിരിച്ചു വരാൻ അയാൾക്ക് പറ്റുന്നില്ല. ഇത് നേരത്തെ നിങ്ങൾ അന്വേഷിച്ച് വെച്ചിരുന്നെങ്കിൽ, നമ്മൾ പറഞ്ഞ ആ ദിശാബോധം കൊടുത്തൊരു ദിശക്കനുസരിച്ച് പ്ലാനിങ്ങിനനുസരിച്ച് മുന്നോട്ട് പോയതിന് കുറച്ചുകൂടി ഒരു കാഷ്വാലിറ്റി പ്രശ്നമില്ലാതെ അപകടമില്ലാതെ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ചെയ്യുന്നതിന് പകരം +1 10th കഴിഞ്ഞ ഉടനെയോ 10th ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സത്യത്തിൽ ഇതൊന്നുമല്ല. ശരിക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ 9th കഴിഞ്ഞ് 10th കയറുന്ന ടൈമിനാണ് അഭിരുചി പരീക്ഷ ചെയ്യാൻ ഏറ്റവും നല്ലത്. കാരണം നമുക്ക് സബ്ജക്റ്റിലൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ, പർട്ടിക്കുലർ സബ്ജക്റ്റിനുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മയോ അതിൽ ബേസിൻ്റെ പ്രശ്നമോ അതല്ലെങ്കിൽ അതിൻ്റെ പഠനത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളോ അതിനോടുള്ള ഇഷ്ടക്കേടുകളൊക്കെ തിരിച്ചറിയാനും അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് പ്ലാനിങ് ഉണ്ടാക്കി മാറ്റങ്ങൾ വരുത്തി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ടൈം നമുക്ക് 10th കിട്ടും. 9th കഴിഞ്ഞ ഉടനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ സാധാരണ കതിരിന് വളമിടുന്ന മാതിരിയാണ് +2 കഴിഞ്ഞിട്ടും ഡിഗ്രി കാലഘട്ടത്തിലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാം. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഈ 3 സ്ട്രീമുകൾ, ഈ 3 ഫേസസിനെ വെച്ചുകൊണ്ടൊരു പ്ലാൻ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.